നമുക്കറിയാം, നമ്മുടെ ഈ പഞ്ചായത്തുകളിൽ തന്നെ അറവ് നാടിന് പോലും കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ സ്വന്തം മക്കൾ മാരകായുധങ്ങളൊന്നും വേണ്ട. ഇന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനെന്നാണ്. ഈ രക്ഷകനായ കർത്താവിലൂടെ സൗജന്യമായിട്ട് ഈ ഏറ്റവും വലിയ വില്ലനായിരിക്കുന്ന പാപമാകുന്ന മാലിന്യത്തിൽ, ആ മാലിന്യത്തിൽ നിന്ന് നമുക്കറിയാം, നമ്മുടെയൊക്കെ സമൂഹത്തിൽ കുറച്ച് മാലിന്യം കൊണ്ടിട്ട് ഭയങ്കര ദുർഗന്ധമാണ്. അതുപോലെ പാപമാകുന്ന മാലിന്യ മനുഷ്യ ജീവിതത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവൻ സുഗന്ധമുള്ളവനായിത്തീരുന്നു, കുടുംബത്തിനും സമൂഹത്തിനും സുഗന്ധമുള്ളവനായിത്തീരുന്നു. കർത്താവായ യേശു അവരുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങനെ നാമത്തെ അറിയുവാൻ തക്കവണ്ണം കർത്താവേ, അവരുടെ ഹൃദയങ്ങളിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കടന്നു വന്ന ഹരിതകർമ്മസേനയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ചവരെ ഫലമേൽപ്പിക്കാൻ നാം തയ്യാറാകുക. അടുത്തത് ലഹരിയുടേതാകുന്ന ക്രമാതീതമായ ഉപയോഗത്തിന്റെ ദോഷവശത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു വർഷം ശരാശരി 30 ദശലക്ഷം ഒരു വർഷം ശരാശരി 30 ദശലക്ഷം മനുഷ്യരാണ് അകാല മൃത്യു വരിക്കുന്നത്. ഒരു രസത്തിനൊരു തമാശത്തിന് കൂട്ടുകെട്ടിന് വേണ്ടി തുടങ്ങുന്നതായ ലഹരിയുടെ ഉപയോഗം പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അതായത് 1, 2, 3, 4 എന്ന സെക്കൻഡിനകത്ത് വെച്ച് ഒരു യൗവനക്കാരൻ വെച്ച് ലഹരിയുടെ ക്രമാതീതമായ ഉപയോഗം മൂലം ഈ ലോകത്ത് മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മരണാന്തര ജീവിതം സ്വർഗരാജ്യം ഇത് പ്രാപിക്കാൻ സർവശക്തനായ ദൈവം ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സലിയട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു.